വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും മൊമെന്റോ വിതരണമാണ്. ആദ്യം നമ്മുടെ നിശ്ചയ ഗ്രാൻഡ് ഫിനാലെ ഇത്രയും ഭംഗിയാക്കി തീർക്കുവാൻ വേണ്ടി നമ്മളോട് സഹകരിച്ച നമ്മുടെ സ്പോൺസേഴ്സിനുള്ള മൊമെന്റോകളാണ് വിതരണം ചെയ്യുന്നത്. ആദ്യം ജീൻസ് അവന്യൂവിനെ മൊമെന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജീൻസ് അവന്യൂവിനുള്ള മൊമെന്റോ നൽകുന്നതിന് വേണ്ടി സുധീർ കണ്ണൂരിനെ ക്ഷണിക്കുന്നു. ഇവിടെ ജീൻസ് അവന്യൂടെ എത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം ആർമി ഫീൽഡിന്റെ സ്നേഹവും ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിന് വേണ്ടി കണ്ടു. ശേഷം ശ്രീനാഥ് ഇലക്ട്രിക്കലിന്റെ പ്രതിനിധി സനിൽ എവിടെയുണ്ടെങ്കിലും എത്തിച്ചേരണം. ശൃംഗ ഇലക്ട്രിക്കൽ പേര് വിളിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട്. സമയം അധികം എടുക്കാതെ മുന്നിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശൃംഗ ഇലക്ട്രിക്കൽ കമ്പനി, ശേഷം കൊമേഴ്ഷ്യൽ ഡബ്ല്യൂവിലെ കൊമേഴ്ഷ്യൽ ഡബ്ല്യൂവിലെ ഏരിയസ് ഹരീഷ് സൂപ്പർ വെൽഡിംഗിന്റെ പ്രതിനിധിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സൂപ്പർ വെൽഡിംഗിന്റെ പ്രതിനിധിക്ക് ശേഷം സഫ എന്ന പ്രതിനിധിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മമത വിജീഷ് മറയണ അല്ല ക്ഷണിക്കുന്നു. സഫേദ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ പ്രതിനിധികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വാട്ടറിന്റെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. സാർട്ടെക്കിന്റെ പ്രതിനിധി ഈ വേദിയിൽ പരിചരണം അഭ്യർത്ഥിക്കുന്നു. സാർട്ടെക് തീരുമാനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സാർട്ടിന് ശേഷം മൂവർഗോ ട്രാവൽസിന്റെ പ്രതിനിധിയിൽ എത്തിച്ചേർന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാന കോൺട്രാക്ടിന്റെ റെപ്രസെന്റേറ്റീവ്സിന്റെ വേദിയിലേക്ക് അഭ്യർത്ഥിക്കുന്നു. കമ്പനിയുടെ പ്രതിനിധിയായി ക്ഷണിക്കുന്നു. സംസ്ഥാന സഖാവ് വീരമണി പ്രവർത്തിക്കുന്നു. കമ്പനിയുടെ പ്രതിനിധിയിലേക്ക് എത്തിച്ചേരാൻ പ്രതിനിധിയാണ് കമ്പനി. കോൺട്രാക്ടിന്റെ പ്രതിനിധിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്യാലക്കാരുടെ പ്രതിനിധിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മൊമെന്റ് നൽകുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കേരളക്കാർക്കോ ഞാൻ നേരത്തെ വിളിച്ച പറഞ്ഞ പേരുകളിലുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ടെങ്കിൽ ഒത്തുചേരേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ അവർക്കുള്ള മൊമെന്റ് നൽകാം. നമ്മുടെ പ്രിയപ്പെട്ട ഈ പരിപാടിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ നമ്മളെല്ലാം വിളിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഓടി പ്രിയപ്പെട്ട ജഡ്ജസ് പലരുടെയുണ്ട്. അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മൊമെന്റ് നൽകുന്നതിന് വേണ്ടി ശ്രീ മാത്യു ജേക്കബ് വേദിയിലേക്ക് കടന്നു. ശ്രീ റഷീദ് അബ്ദുള്ള മൊമെന്റ് നൽകുന്നതിന് വേണ്ടി വിനോദ് ബന്ധിക്കുന്നു. സച്ചിൻ ദേവ് മൊമെന്റ് നൽകുന്നതിന് വേണ്ടി
സി വി നാരായണൻ പങ്കെടുത്തിരുന്നു. കാത്തൂർ സച്ചിൻ ശേഷം ഇഹിയ മുഹമ്മദ് ഈ സദസ്സിലുണ്ടെങ്കിൽ മുന്നോട്ട് നിന്ന് പങ്കെടുത്തിരുന്നു. സി വി നമ്മുടെ തന്നെ കുടുംബാംഗമായിട്ടുള്ള വേദിയിലും ക്ഷണിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ നമ്മുടെ എല്ലാ മത്സരങ്ങൾക്ക് ഇത് നിർണ്ണയിച്ച പ്രിയപ്പെട്ട ജഡ്ജസാണ്. അതിന്റെ രീതികളോട് നമുക്ക് വേദിയിലേക്ക് സാധിക്കുക. കരുതുകയാണ്. സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയതും അതിന്റെ മറ്റു ആൽബങ്ങളെല്ലാം നമ്മൾ കേൾക്കുകയാണ്. അതിനുശേഷം ചെയ്തിരുന്നു. ശ്രീ പോൾ ബേബിക്ക് നമ്മുടെ വേണ്ടി സുമേർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ശ്രീ സുമു നൽകുന്നതിന് വേണ്ടി പങ്കെടുപ്പിക്കുന്നു. അതിനുശേഷം ലിംനേഷ് അഗസ്റ്റിൻ ഈ സദസ്സിനുണ്ടെങ്കിൽ മുന്നിൽ എത്തിക്കുകയാണ്. നമ്മുടെ തന്നെ കുടുംബാംഗമാണ്. ജിസി ബാബു സദസ്സിനുണ്ടെങ്കിൽ ഓരോരുത്തരും പലരും മറ്റു പരിപാടികളുടെ തിരക്കിലായിട്ട് എത്തിച്ചേർന്നുള്ള മനസ്സിലാക്കുന്നു. ഗാന ജ്യോതിഷ് ഈ സദസ്സിനുണ്ടെങ്കിൽ മുന്നിൽ ജസീലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജസീലയ്ക്ക് മൊമെന്റ് നൽകുന്നതിന് വേണ്ടി പഞ്ചാബി കമ്പനിയിലായിട്ടുള്ള ദീപ്തിയുടെ പ്രതിക്കുകയാണ്. അതിനുശേഷം ജയശ്രീ കൃഷ്ണകുമാർ മുന്നോട്ട് വരണം. അവിടെ ജോലി കഴിഞ്ഞ ലിനീഷ് സ്ഥാനായി കൊണ്ടുവന്നു. ശേഷം നമ്മുടെ തന്നെ കുടുംബാംഗമായിട്ടുള്ള ജീവൻ ഷാ സഖാവ് മനോജ് പോൾ കൊണ്ടുവന്നു. ശേഷം സ്മിത സന്തോഷ് സദസ്സിനുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ സ്മിത സന്തോഷ് സരിത ശശിധരൻ സദസ്സിനുണ്ടെങ്കിൽ മോഹൻ നൽകുന്നതിന് വേണ്ടി പരിപാടി ജോയിൻ കമ്മിയായിട്ടുള്ള തുഷാരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശേഷം സിനിൽ പോൾ സദസ്സിനുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ അഭ്യർത്ഥിക്കുന്നു. മൊമെന്റ് നൽകുന്നതിന് വേണ്ടി മേഖലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് റാസിയോട് അഭ്യർത്ഥിക്കുന്നു. ശേഷം സന്ധ്യ എസ് നായർ സദസ്സിനുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ അഭ്യർത്ഥിക്കുന്നു. ശുഭാജിത്ത് സദസ്സിനുണ്ടെങ്കിൽ മുന്നോട്ടെത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നോട്ട് നൽകുന്നതിന് വേണ്ടി മേഖലയുടെ സെക്രട്ടറി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ശിവാജി ശേഷം PS അമർ നമ്മുടെ എല്ലാ പരിപാടികളും നമ്മളോട് നൽകുന്ന PS അമർ ഈ സമയത്തിലുള്ള മൊമെന്റ് നൽകുന്നതിന് വേണ്ടി ലിമിൻ കുമാറിനെ ക്ഷണിക്കുന്നു. സബീന രഞ്ജിത്ത് നമ്മുടെ മറ്റൊരു ചേച്ചി സബീന രഞ്ജിത്ത് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി എത്തിക്കുന്നു. ഞങ്ങളെ ജഡ്ജസ് നൽകിയ സ്നേഹപൂർവ്വമായിട്ടുള്ള പിന്തുണയ്ക്കുകയും ആ സഹായം ഞങ്ങൾ എന്നും പേരിൽ സൂക്ഷിക്കുകയും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത പ്രിയപ്പെട്ട ജഡ്ജസ് ഉണ്ട്. അവർക്ക് നിശ്ചയം തന്നെ മറ്റു നമ്മുടെ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോയി പറ്റാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് പരിപാടിയില്ലെങ്കിൽ ആളുകളുണ്ടെങ്കിൽ മുന്നോട്ട് വരണം.
പിന്നീട് ഇനി ഇവിടെ നൽകാത്തവർക്ക് അടുത്ത ആഴ്ച വരുന്ന മറ്റു പരിപാടികളിൽ വെച്ച മൊമെന്റോ വിതരണം ചെയ്യുന്നതിന് ഒരിക്കൽ കൂടി വേറെ വേണമെന്ന് നമ്മുടെ മേഖലയിൽ മുഴുവൻ പ്രവർത്തകരുടെയും ഹൃദയത്തിൽ നന്ദി പ്രിയപ്പെട്ട ജഡ്ജസ് നൽകുന്നു. ഈ ഔദ്യോഗിക ചടങ്ങിന്റെ അവസാനമായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ദിശയുടെ തന്നെ കൺവീനർ മനോജ് പോളിനെ ക്ഷണിക്കും. അടുത്തതായി ഈ 3 മാസക്കാലം വാശിയായ മത്സരം നടന്നത് നമ്മൾ 4 ഗ്രൂപ്പുകളായിട്ടായിരുന്നു. ഈ 4 ഗ്രൂപ്പുകളെയും മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റന്മാർക്കും വൈസ് ക്യാപ്റ്റന്മാർക്കുമായുള്ള മൊമെന്റോ വിതരണമാണ്. ആദ്യമായി ചിലങ്ക ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ നിസാം ആന്റണി മൊമെന്റോ വാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി സംഘടന സമിതി ചെയർമാൻ മനോജ് പോളിനെ ക്ഷണിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ ജിമേഷ് പലേരി മൊമെന്റോ വാങ്ങുന്നതിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി മുഖ്യ രക്ഷാധികാരി ഓഫീസിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീലങ്ക വൈസ് ക്യാപ്റ്റൻ ജിമേഷ് പലേരി. ഗ്രൂപ്പിൽ അംഗങ്ങളില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല ക്യാപ്റ്റന്മാരെ. അടുത്തതായി മുദ്ര ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ മഞ്ജു സിബി, വൈസ് ക്യാപ്റ്റൻ ഇതുവരെയും വേദിയിലേക്ക് ക്ഷണിക്കും. മുദ്ര ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ മഞ്ജു സിബി, വൈസ് ക്യാപ്റ്റൻ ഇംതാൻ എന്നിവരെ മൊമെന്റോ നൽകുന്നതിന് വേണ്ടി സുബൈർ കണ്ണൂർ. തന്നെ വൈസ് ക്യാപ്റ്റൻ രത്നാകരനും ഇവിടെ എത്തിച്ചേർന്നു. രത്നാകരൻ ഈ 4 ടീമിന്റെ ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരുടെയും ആഹ്വാനം എന്ന് പറയുന്നത് നിങ്ങൾ പലരും കണ്ടു കാണും. കൈയ്യടിയൊന്നും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ സിന്ധിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവർക്ക് മൊമെന്റോ നൽകുന്നതിന് ക്യാപ്റ്റൻ ശർമ്മ ശൈലേഷ് വൈസ് ക്യാപ്റ്റൻ ഇനി നമ്മുടെ ദിശയുടെ ഭാഗമായിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ വിളിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമുണ്ട്, ഇതിന്റെ ശബ്ദം കൂടിയാണ്. നമ്മുടെ ലൈവ് ബസിന്റെ പ്രതിനിധികൾ നമുക്ക് ഈ സഹായങ്ങൾ നൽകിയിട്ടുള്ള ആളുകൾ പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ പ്രതിനിധികൾ എവിടെയുണ്ടെങ്കിൽ മൊമെന്റോ വാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരാൻ പ്രതിനിധിയാണ് ലൈവ് ബസിന്റെ. അവർ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം നമുക്ക് ദിശയുടെ 24 ദിവസം പരിപാടികളിൽ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ശബ്ദ നിയന്ത്രണം നടത്തുകയും നഗരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ തന്നെ പ്രിയപ്പെട്ട കുടുംബാംഗമായിട്ടുള്ള നിതിനോട് വരുമ്പോൾ നല്ല ശബ്ദത്തോടെ ഇനി നമ്മൾ ഈ മത്സരങ്ങളെല്ലാം സംഘടിപ്പിച്ചത് ഈ പറയുന്നത് പോലെ നമ്മുടെ കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള വേദിയാണെങ്കിൽ കൂടിയും ഇത് ആലോചിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ സർക്കാർ നിർദ്ദേശിക്കുന്ന ചില നിയമാവലി നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില
നമുക്കിവിടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെയും വ്യക്തിഗത ചാമ്പ്യനെയും എല്ലാം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ 84 ദിവസം നീണ്ടുനിന്ന മത്സരങ്ങളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വ്യക്തിഗത ചാമ്പ്യനായിട്ടുള്ള ആൾക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി നിജോഷ് മൗറാനോട് അഭ്യർത്ഥിക്കുകയാണ്. ആരുടെയെങ്കിലും ഗസ് ഉണ്ടോ? ഏറ്റവും കൂടുതൽ പോയിന്റ് നമ്മുടെ മിസൈൽ നേടിയത് ആരായിരിക്കോ? ഈ പറയുന്നത് പോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം സമസ്ത നിറഞ്ഞാടുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട വിജേഷ് രണ്ട് മത്സരങ്ങൾക്ക് കൂടി കൊറിയോഗ്രാഫി വിജേഷ് തന്നെയാണ് 2025 വ്യക്തിഗത ചാമ്പ്യൻ. അടുത്തതായി ഗ്രൂപ്പ് വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുകയാണ്. 4 ഗ്രൂപ്പുകളിലായി വളരെ വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത്. കുറെ പോയിന്റുകൾ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്. അതിന് മുമ്പ് വ്യക്തിഗത ചാമ്പ്യൻ നമ്മൾ തടിച്ചൊരു വ്യക്തിയല്ല, നമ്മൾ ഒരു കൂട്ടം വ്യക്തികളാണ്. ഒരു ആശയത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കൂട്ടമായി നിൽക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഖാക്കൾക്കും ഈ പറയുന്ന പോലെ മത്സരിക്കുകയും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത എല്ലാവരും ചാമ്പ്യന്മാരാണ് ഓർപ്പിച്ചുകൊണ്ട് ഈ സംഘബോധം കൊണ്ട് വിജയിച്ച, അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിച്ച 4 ഗ്രൂപ്പുകളുണ്ട് നമുക്ക്. മുദ്ര, ചിലങ്ക, ലയം, താളം. അതിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്കുള്ള മൊമെന്റോ നൽകുന്നതിന് വേണ്ടി സംഘാടക സമിതി ചെയർമാൻ NK വീരമണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്രൂപ്പ് ചാമ്പ്യന്മാർ നിങ്ങൾ പറയുന്ന പോലെ ഗ്രൂപ്പിലെ പോയിന്റിലേക്ക് കണക്കൂട്ടി അതൊക്കെ കണക്കൂട്ടുന്ന ആളുകളാണ് എന്നുള്ളത് തന്നെ ഈ പ്രവർത്തനങ്ങളിൽ ആളുകൾക്ക് മുന്നേറിയാണോ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് താളം ഗ്രൂപ്പാണ്. നമ്മുടെ ഒരു സ്പോൺസർ ഇവിടെ എത്തിക്കാറുണ്ട്. സഫയർ കമ്പനിയുടെ പ്രതിനിധിയെ മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി മണ്ഡലിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 84 ദിവസവും അഹോരാത്രം പണിയെടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള ഓരോ പരിപാടികളിലും 20-ലധികം പാർട്ടിസിപ്പൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ടും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ ഒരുക്കിക്കൊണ്ടും അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ട് നമ്മൾക്കൊപ്പം നിന്നതാണ് 4 ഗ്രൂപ്പിലെയും ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും. ഈ പ്രോഗ്രാം കമ്മിറ്റി അവർക്കോടുള്ള നന്ദി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ക്യാപ്റ്റൻസ്, താങ്ക് യു. അതുപോലെ തന്നെ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ തന്നെയാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ 84 ദിവസങ്ങളായി ഏകദേശം 600ഓളം കലാകാരൻ കഴിഞ്ഞ 84 ദിവസങ്ങളായി ഏകദേശം 600ഓളം കുട്ടികളും മുതിർന്നവരും കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ട് പ്രതിമയുടെ പേരിൽ നിരവധിയായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടത്തിയത്. പ്രിയപ്പെട്ട സഖാക്കൾക്ക് ഒരിക്കൽ കൂടി പങ്കെടുത്തതിനും വിജയിപ്പിച്ചതിനും എല്ലാ പാർട്ടിസിപ്പൻസിനും പ്രോഗ്രാം കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മലബാർ മേഖലാ കമ്മിറ്റി, പ്രതിഭ കേന്ദ്ര കമ്മിറ്റി, രക്ഷാധികാരി സമിതി എങ്ങനെയുള്ള മുഴുവൻ പ്രതിഭാ പ്രവർത്തകളെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ അവസരത്തിലും ഞങ്ങളെ വിമർശിക്കുകയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ഞങ്ങൾക്ക് മാർഗദർശിയുമായി നിന്ന്
ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നമ്മളോട് ചേർന്ന് നിന്നിട്ടുള്ള നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, നമ്മൾക്ക് ഈ പരിപാടിയിൽ വീഡിയോഗ്രാഫി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്നിവകളിൽ ചേർന്നിരുന്ന മുഴുവൻ സഖാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുകൊണ്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ ശരണാഭിമുഖം.